നമസ്കാരം സനോജി. നമസ്കാരം. 80ാം സ്വാതന്ത്ര്യദിനം രാജ്യം ആഘോഷിക്കുമ്പോൾ ചെങ്കോട്ടയിൽ നമ്മുടെ പ്രതിപക്ഷത്തിനെ കണ്ടില്ല എന്ന് മാത്രമല്ല, AICC ആസ്ഥാനത്ത് അവർ പ്രത്യേകമായിട്ടൊരു സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയും ചെയ്തു. അതിൻ്റെ ഇടയിൽ അവരുടെ ഒരു മനോഭാവം വെളിപ്പെടുത്തുകയും ചെയ്തു. വന്ദേമാതരം ആലപിച്ചു കൊണ്ടിരിക്കുമ്പോൾ പൂർണ്ണമായി അത് ആലാപനം ചെയ്യുന്നതിനെ തടസ്സപ്പെടുത്തുവാൻ സോണിയാഗാന്ധി ശ്രമിച്ചിരുന്നു. ബുദ്ധിയുള്ള ആരോ ഉപദേശിച്ചത് കൊണ്ട് പൂർണ്ണമായി തടസ്സപ്പെടുത്തുകയോ നിർത്തുകയോ ചെയ്തിരുന്നത്. പക്ഷേ മല്ലികാർജ്ജുൻ ഖാർഗെയൊക്കെ ഉടനെ ഇറങ്ങി ചാടി പുറപ്പെട്ട് ആൾക്കാരോട് ദേഷ്യപ്പെടുന്ന ദൃശ്യങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. നമുക്കതൊന്ന് കാണിച്ചിട്ട് അതിലേക്ക് വരാം. എന്താണ് അഭിപ്രായം? ആദ്യം നമുക്ക് ദൃശ്യങ്ങൾ കാണാം, എന്നിട്ട് അതിലേക്ക് വരാം. അതെ. തീർച്ചയായും ഇതിൻ്റെ ആമുഖത്തിൽ സൂചിപ്പിച്ചതുപോലെ ഭാരതത്തിൻ്റെ 80ാം സ്വാതന്ത്ര്യദിനാഘോഷം വളരെ ചരിത്ര പ്രാധാന്യത്തോടു കൂടി തന്നെയാണ് ഇന്ന് ചെങ്കോട്ടയിൽ അരങ്ങേറിയത്. കാര്യം 150 വർഷം തികയുന്ന നമ്മുടെ ദേശീയ ഗീതമായ വന്ദേമാതരം അത് പൂർണ്ണമായി ചെങ്കോട്ടയിൽ സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ ആദ്യമായിട്ടാണ് ആലപിക്കപ്പെടുന്നത്. അങ്ങനൊരു ചരിത്ര ദിനത്തിലാണ് ഇന്ന് നമ്മൾ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നത്. അപ്പോൾ വളരെ ആലങ്കാരികമായി പറയുകയാണെങ്കിൽ ഉയരെ വാനിൽ നമ്മുടെ ദേശീയ പതാക പാറിക്കളിക്കുന്നു, ഉയരിൽ ഈ വന്ദേമാതര ഗീതം മുഴങ്ങുന്നു. അങ്ങനെ ഒരു എന്താ പറയുക, എല്ലാ രീതിയിലും ദേശസ്നേഹികളായ ഓരോരുത്തർക്കും ഗൂസ് ബംസ് ഉണ്ടാക്കുന്ന മൊമെൻറ്റ്സ് തന്നെയായിരുന്നു രാവിലെ അവിടെ അരങ്ങേറിയത്. അത്തരം കാഴ്ചകൾ ഒരു വശത്ത് അരങ്ങേറുമ്പോഴാണ് മറുഭാഗത്ത് ഇത്തരത്തിലുള്ള ചില എന്തു പറയാൻ കാട്ടിക്കൂട്ടലുകൾ എന്ന് നമുക്ക് പറയേണ്ടി വരും. കാട്ടിക്കൂട്ടലുകൾ നടത്തേണ്ടത്. കാര്യം ഇന്ത്യയിൽ ജീവിക്കുന്നത് കൊണ്ട് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാതിരിക്കാൻ തരമില്ല. അതും ഭാരതത്തിൻ്റെ കൊടി ഉയർത്തി തന്നെ ആഘോഷിക്കണം. തരം കിട്ടിയെങ്കിൽ ഇറ്റലിയുടെ കൊടി ഒരു പക്ഷേ AICC ആസ്ഥാനത്ത് നിന്ന് ഉയർന്നേ. പക്ഷേ അതിന് നിർവാഹമില്ലാത്തത് കൊണ്ട് മാത്രം അവർ ദേശീയ പതാക ഉയർത്തി ഇതാഘോഷിച്ചു. പക്ഷേ അപ്പോഴും അവർക്ക് വന്ദേമാതരം ആലപിക്കുന്നതിനോടുള്ള എതിർപ്പ് ശരിക്കും അതുതന്നെയാണ് അവരെ ബോധപൂർവം ഇന്ന് ഈ ഒരു ചടങ്ങിൽ, ചെങ്കോട്ടയിൽ നടന്ന ചടങ്ങിൽ നിന്നും മാറ്റി നിർത്തിയതെന്ന് ഇതിൽ നിന്നും വളരെ വ്യക്തമാണ്. കാര്യം വന്ദേമാതരം ആലപിക്കുന്ന സ്ഥലത്ത് അവരുടെ സാന്നിധ്യം ഉണ്ടാകരുത് എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധി കോൺഗ്രസ്സുകാർക്ക് വന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ചെങ്കോട്ടയിൽ അവർ ഈ പരിപാടിയിൽ പങ്കെടുക്കാതിരുന്നത്. അതിനുശേഷം ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗികമായ പരിപാടികൾക്ക് ശേഷം AICC ആസ്ഥാനത്ത് ദില്ലിയിൽ നടന്ന AICC ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ അവർ ഈ പതാക ഉയർത്തി ഒക്കെ ചെയ്തുവെങ്കിലും അതിനുശേഷം വന്ദേമാതര ഗാനം ആലപിക്കാൻ തുടങ്ങിയപ്പോൾ അതിനെ തടസ്സപ്പെടുത്തുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടതാണ്.
ഖാർഗെയും സോണിയാഗാന്ധിയും ഉൾപ്പെടെയുള്ളവർ അതിനെ തടസ്സപ്പെടുത്തുന്നു. നേരത്തെ മനോജ് പറഞ്ഞതുപോലെ ബുദ്ധിയുള്ള ആരോ ഉപദേശിച്ചു കൊടുത്തു, ഇത് വലിയ പ്രശ്നമാണ്, പടിയില്ലെങ്കിൽ വലിയ പണി കിട്ടും എന്നുള്ള ഒരു സൂചന നൽകിക്കൊണ്ട് മാത്രം അടങ്ങിയതാണ്. പക്ഷേ ഇതിൻ്റെ പിന്നീട് അമർഷം കാണാമായിരുന്നു അവരുടെ. അല്ല, ഇതിൻ്റെ ഒരു റിപ്പർക്കഷൻസ്, പ്രത്യാഘാതങ്ങൾ എന്താണെന്നുള്ളത് ഇനി വരാൻ പോകുന്നതേ ഉള്ളൂ. വരും മണിക്കൂറുകളിൽ ഇത് വലിയ വിവാദമായി മാറും. ഇത് രാജ്യ തലസ്ഥാനത്ത് മാത്രമല്ല, നഗര തലസ്ഥാനത്തിലും സമാനമായ സംഭവങ്ങൾ തന്നെയാണ് അരങ്ങേറിയിരിക്കുന്നത്. കാര്യം മുഖ്യമന്ത്രി ഒരു കാര്യം പറയട്ടെ, ഈ വന്ദേമാതരത്തിൻ്റെ നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങൾ പതിപോലെ അവഗണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തത്വമയുടെ ഒരു എക്സ്ക്ലൂസീവായിട്ട് ഇതിനെ കാണാൻ വേണം. അതെ അതെ അതെ. അല്ല, ഇത് മറ്റേത് അവർ എടുക്കില്ലല്ലോ, കാര്യം അത് വേറെ കാര്യങ്ങളുള്ളത്. അല്ല, ഞാൻ പറയാൻ വന്നത്, ഇവിടെ തിരുവനന്തപുരത്ത് നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ ഔദ്യോഗികമായ സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ചടങ്ങ് മുഖ്യമന്ത്രി വി ഡി സതീശനാണ് ഉദ്ഘാടനം ചെയ്തത്. അദ്ദേഹമാണ് പതാക ഉയർത്തിയത്. ആ ചടങ്ങിൽ വന്ദേമാതരം പൂർണ്ണമായി ഒഴിവാക്കപ്പെട്ടു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ. കാര്യം സ്കൂൾ കുട്ടികളാണ് ഈ ദേശീയഗാനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവതരിപ്പിച്ചാൽ 3ഓളം ഗാനങ്ങൾ അവർ ആലപിക്കുകയുണ്ടായെങ്കിലും വന്ദേമാതരം റിഹേഴ്സൽ ചെയ്തിരുന്നെങ്കിലും ഇതിൻ്റെ ഫൈനൽ, ഇതിൻ്റെ ഒരു പ്രകടന വേദിയിൽ ഈ വന്ദേമാതരത്തെ അവഗണിക്കുകയായിരുന്നു, ഒഴിവാക്കുകയായിരുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. ഇതൊരു കേന്ദ്ര സർക്കാർ വിജ്ഞാപനമായി തന്നെ ഇത് പുറത്തിറക്കിയിരുന്നു, ഇല്ലേ? നിയമമായി തന്നെ പുറത്തിറക്കിയിരുന്നതാണ്. ഇത് എല്ലാ ഔദ്യോഗിക ചടങ്ങുകളിലും ദേശീയ ഗാനത്തോടൊപ്പം തന്നെ വന്ദേമാതരവും ആലപിക്കണം എന്നുള്ളത്. പക്ഷേ ആ ഒരു നിയമത്തെയാണ് ഇവിടെ കാറ്റിൽ പറത്തിയിരിക്കുന്നത്. ആ നിയമത്തിൻ്റെ നഗ്നമായ ലംഘനം, അതും ഇതുപോലുള്ള ഒരു സ്വാതന്ത്ര്യദിന പുലരിയിൽ ഭാരതത്തിനുള്ളിൽ വീണ്ടും അന്തഛിദ്രങ്ങൾ മനഃപൂർവ്വം ഉണ്ടാക്കാൻ വേണ്ടി ഒരു കൂട്ടർ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. കോൺഗ്രസിൻ്റെ രാജ്യവിരുദ്ധത ഒന്നുകൂടി പ്രകടമായിരിക്കുകയാണ്. അവരുടെ കോൺഗ്രസിൻ്റെ പതാകയിൽ പോലും ആ ത്രിവർണം ഉണ്ടെങ്കിൽ പോലും ആ ത്രിവർണത്തെ മാനിക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് അവർ ഇനിയും എത്തുന്നില്ല എന്ന് വീണ്ടും വീണ്ടും സൂചിപ്പിക്കുകയാണ്. അതിൽ ഒന്നുകൂടി അടിവരയിടുകയാണ്. മാത്രമല്ല, ഇതിൽ ഈ പറഞ്ഞതുപോലെ കുറേ പ്രായോഗികമായ നമ്മളിതിനെ വിലയിരുത്തുമ്പോൾ കുറേ പ്രശ്നങ്ങളുണ്ട്. ഈ 13 വർഷം സോണിയാഗാന്ധിക്ക് ഇന്ത്യയുമായി ഒരു ബന്ധവുമില്ലായിരുന്നു. അവർ ഇന്ത്യയിലേക്ക് വന്നതിന് ശേഷം പിന്നെയാണ് അവർ ഇന്ത്യയുടെ, ഇപ്പോൾ പറയുന്നത് പോലെ ഇന്ത്യയുടെ എന്തോ ദത്തുപുത്രിയോ അങ്ങനെ എന്തോ രാജമാതാവോ ഇന്ത്യയുടെ മരുമകളോ തേങ്ങയായാലും കുഴപ്പമില്ല. 68-ൽ വിവാഹം കഴിഞ്ഞു, 83-ലാണ് ഭാരതത്തിലെ പൗരത്വം അവർ 84 അമ്മായിയമ്മ യാത്ര അയക്കുകയും ചെയ്തു. അത് ചരിത്രം. എന്തായാലും ഈ പറഞ്ഞതുപോലെ എങ്ങനെയാണ് അവർക്ക് ഒരു ഇന്ത്യയുമായി മാനസികമായി പൊരുത്തപ്പെടാനാകുക എന്നുള്ളത് ഇപ്പോഴും വലിയ ചോദ്യമാണ്. അങ്ങനെയുള്ള ഒരു സ്ത്രീക്ക് ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേമാതരത്തെ എങ്ങനെ ഉൾക്കൊള്ളാനാകും എന്നുള്ളതിൻ്റെ പ്രകടമായ ദൃശ്യങ്ങൾ തന്നെയാണ് ദില്ലി AICC ആസ്ഥാനത്ത് ഇന്ന് രാവിലെ കണ്ടത്. പ്രേക്ഷകരുമായിട്ട് നമ്മൾ പങ്കുവയ്ക്കുകയാണെങ്കിൽ ആ രംഗം ഒന്നുകൂടി കാണിക്കാം. കാരണം അത് ആവർത്തിച്ച് കാണണം. ഇത് മലയാള മാധ്യമങ്ങൾ കാണിക്കാൻ ഇടയില്ലാത്ത വിഷ്വൽസ് ആയതുകൊണ്ട് തന്നെയാണ് നമ്മളിത് ആവർത്തിച്ച് കാണിക്കേണ്ടത്. ഇത് ഓരോരുത്തരും ആവർത്തിച്ച് കാണേണ്ടതാണ്. ദേശീയ ഗീതമായ ഭാരതത്തിൻ്റെ ദേശീയ ഗീതം, ഭാരതമാതാവിനെ വന്ദിക്കുന്ന അല്ലെങ്കിൽ ഭാരതമാതാവിനെ പ്രകീർത്തിക്കുന്ന ആ ദേശീയ ഗീതത്തെ എങ്ങനെ നിന്ദിക്കുന്നു. ഇതൊരു നിയമമാക്കിയിട്ട് പോലും ആ നിയമം അനുസരിക്കാൻ അവർ തയ്യാറാകുന്നില്ല എന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചനകൾ തന്നെയാണിത്. പക്ഷേ ഇത് ആരൊക്കെയോ അവിടെ ഇടപെട്ടത് കൊണ്ട് മാത്രം ഇത് അവിടെ പൂർണ്ണമായി ആലപിക്കപ്പെട്ടു. സംസ്ഥാനത്ത് വി ഡി സതീശൻ്റെ ലീഗ് ഭരണം നടക്കുന്ന സംസ്ഥാനത്ത് ലീഗിന് വഴങ്ങിക്കൊണ്ട് സതീശൻ പൂർണ്ണമായും ഈ വന്ദേമാതര ആലാപനത്തെ സ്വാതന്ത്ര്യദിന ചടങ്ങിൽ നിന്നും ഒഴിവാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. മാത്രമല്ല, ഇത് മറ്റ് ജില്ലകളിലും ഇത്തരത്തിൽ പലയിടത്തൊന്നും അവഹേളനങ്ങൾ നടന്നതായി വാർത്തകൾ വരുന്നുണ്ട്. ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ വരുന്ന മണിക്കൂറുകളിൽ മാത്രമേ ലഭ്യമാകുകയുള്ളൂ. എന്തായാലും ഒരു കാര്യം വളരെ വ്യക്തമാണ്, പറഞ്ഞുകൊണ്ട് ഇവർ ആദ്യമേ പറഞ്ഞിരുന്നു അല്ലേ, ഈ കാര്യത്തിൽ ചില നിലപാടുകൾ പറഞ്ഞിരുന്നു. അത് കൃത്യമായി നടപ്പാക്കാൻ അവർ ഈ സ്വാതന്ത്ര്യദിനം തന്നെ തിരഞ്ഞെടുത്തു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വിഷമിപ്പിക്കുന്ന ഒരു കാര്യം. അതെ, തീർച്ചയായിട്ടും വി ഡി സതീശൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ലീഗിൻ്റെ പരമമായ സ്വാധീനം, പിന്നീട് എന്തൊക്കെ പറഞ്ഞാൽ ആത്യന്തികമായി സോണിയാഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും ഒരു ഉച്ഛിഷ്ടമാണല്ലോ കേരളത്തിലെ കോൺഗ്രസ്. അതിൽകൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രകടനത്തിൽ വലിയ അത്ഭുതമൊന്നുമില്ല. പക്ഷേ ഒരു കാര്യം പ്രേക്ഷകരോട് എടുത്തു പറയുന്നു, 3 ഗാനങ്ങൾ, ഒരു ആസാമീസ് ഗാനം, ഒരു മലയാള ഗാനം, വന്ദേമാതരം, ഇത് 3ഉം ഇന്ന് അവിടെ ആലപിക്കുവാനായി കുട്ടികൾ കഴിഞ്ഞ ദിവസം തുടരെ റിഹേഴ്സൽ നടത്തിയിരുന്നു. എന്നിട്ടാണ് ഈ ഒഴിവാക്കൽ നടത്തിയിരുന്നത്. അപ്പോൾ ബോധപൂർവം തന്നെയാണ് ഇത് ഒഴിവാക്കിയത് എന്നുള്ള കാര്യത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് ഭരിക്കുന്നത് ആരാണെന്ന് ഈ കഴിഞ്ഞതോടെ അദ്ദേഹത്തിന്റെ ഈ തിട്ടൂരം അക്ഷരാർത്ഥത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് നടപ്പാക്കുകയായിരുന്നു എന്ന് വേണം. തൊഴുകയോടുകൂടി വി ഡി സതീശൻ അനുസരിച്ചു. അവിടെ സോണിയാഗാന്ധിയെ തടസ്സപ്പെടുത്തുവാൻ ശ്രമിച്ചു. ഒരുപക്ഷെ ഇത് പോകെ വരും വർഷങ്ങളിൽ ഈ ഭാരതത്തിന്റെ കൊടിയിലെ പച്ച മാത്രം മതി ഉയർത്താനെന്നുള്ളൊരു നിലപാട് കോൺഗ്രസ് സ്വീകരിക്കുമോ എന്നുള്ളതാണ് ഇനി നോക്കി കാണേണ്ടത്. അതെ, തീർച്ചയായിട്ടും അങ്ങനെ ഒരു ദിശയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. കാരണം
സോണിയാഗാന്ധിക്ക് ഭാരതത്തോട് യാതൊരു ആത്മാർത്ഥതയോ സ്നേഹമോ ഉണ്ടാകേണ്ട കാര്യമില്ല. കാരണം അവർ ഇറ്റാലിയൻ പൗരത്വം ഉള്ള വ്യക്തിയാണ്. ഭാരതത്തിൻ്റെ പൗരത്വം സ്വീകരിക്കാൻ തന്നെ ഏതാണ്ട് ഒരു 13 വർഷങ്ങൾ വലിയ വിമുഖത കാണിച്ചൊരു വ്യക്തിയാണ്. അതുമാത്രമല്ല, ക്യാമിയ റോളിൽ പാർലമെന്റിലേക്ക് അവതരിക്കുന്ന രാഹുൽ ഗാന്ധിയുടെയും അവസ്ഥ മറിച്ചല്ല. പിന്നെ തന്നെയുമല്ല, സോണിയാഗാന്ധിയുടെ കാര്യത്തിൽ തരം കെട്ടുമ്പോഴെല്ലാം ഭാരതത്തിന് വെളിയിൽ ചെന്ന് നിന്നുകൊണ്ട് ഭാരതത്തെ കുറ്റം പറയുന്ന ഭാരതത്തിന്റെ പ്രതിപക്ഷ നേതാവ്. അതെ, അതും അദ്ദേഹത്തിന്റെ രക്തത്തിലുള്ളതാണ്. കാരണം സോണിയാഗാന്ധി ഇവിടെ രാജീവ് ഗാന്ധിയുടെ പത്നിയായി ഭാരതത്തിലേക്ക് വന്നതിന് ശേഷം അവരുടെ ജീവിതകാലത്തിൽ അവർക്ക് സ്വാധീനമുള്ളിടത്തോളം കാലം ഭാരതത്തിലെ സുരക്ഷാ ഉദ്യോഗസ്ഥരെക്കാളും അവർക്ക് വിശ്വാസം ഇറ്റലിയിൽ നിന്നുള്ള സുരക്ഷാ ഉദ്യോഗസ്ഥരായിരുന്നു. അത് സംബന്ധിച്ചുള്ള വിവിധ വാർത്തകൾ പുറത്തു വന്നിട്ടുള്ളത്. മലയാളത്തിൽ ഒരു ചൊല്ലുണ്ട്, ജാത്യാലുള്ളത് തൂത്താൽ പോകില്ല എന്നുള്ളത്. അത് തന്നെയാണ് രാഹുൽ ഗാന്ധി പ്രകടമാകുന്നത് ഈ ഒരു ഫാമിലിയിലാണ്. അതെ, ഒരുപക്ഷെ ഈ സോണിയാഗാന്ധിയുടെ കാര്യത്തിൽ ഒരു കാര്യം എടുത്തു പറയേണ്ടതുണ്ട്. ഒരുപക്ഷെ അവരുടെ ഉള്ളിൽ ഈ ഏറെക്കാലമായി അധികാരത്തിൽ നിന്ന് ജനം മാറ്റി നിർത്തിയതിൻ്റെ ഒരു അമർഷം പതഞ്ഞു പൊങ്ങി പുറത്തേക്ക് വരികയാണ്. കാരണം എന്തൊക്കെ പറഞ്ഞാലും രാഹുൽ ഗാന്ധിയെ പോലെ പരസ്യമായി അവർ മണ്ടത്തരങ്ങൾ കാട്ടിയിരുന്നില്ല. ഇപ്പോൾ അത് കാട്ടിത്തുടങ്ങി. കാരണം ഇത് മണ്ടത്തരം തന്നെയാണ്. കാരണം അശ്ലീലമായിട്ടുള്ളൊരു പ്രകടനമാണ് അവരവിടെ നടത്തിയത്. പക്ഷേ രാഷ്ട്രീയപരമായിട്ട് വലിയൊരു ആത്മഹത്യാപരമായി, കാരണം ഭാരതത്തിലെ ജനത ഇത് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ, അവരിത് മറക്കില്ല. കാരണം ഇന്ന് ചെങ്കോട്ടയിൽ വന്ദേമാതരം പൂർണ്ണമായി ആലപിച്ചു എന്ന് മാത്രമല്ല, പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ അഭിസംബോധന അവസാനിപ്പിച്ചിട്ട് വന്ദേ എന്ന് വിളിച്ചതും ചെങ്കോട്ട കുലുങ്ങുമാറാണ് തിരിച്ച് ജനം ഉത്തരം നൽകിയത്. എല്ലാ പ്രസംഗങ്ങളും അവസാനിപ്പിക്കുന്ന ആ രീതിയിലാണ്. അതെ, എന്നോടൊപ്പം ഉറച്ചു വിളിക്കൂ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ആദ്യം ഭാരത് മാതാ കി ജയ് വിളിക്കും, അവസാനം വന്ദേ മാതരം പല സ്പീഡ് ടെമ്പോയിൽ അദ്ദേഹം അത് വിളിക്കാറുണ്ട്. അപ്പൊ അതിനെ ഏറ്റു വിളിക്കുക എന്നുള്ളതാണ് ഇന്ന് ഈ അദ്ദേഹം നടുങ്ങിപ്പോയി. തിങ്ങി നിറഞ്ഞ യുവജനതയുടെ ഒരു വലിയ ആഘോഷമായിരുന്നു. അത് കൃത്യമായി അത് നമുക്ക് രംഗങ്ങളിൽ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും. അങ്ങനെയുള്ളൊരു ജനത വളർന്നു വരുന്നതുകൊണ്ട് അവരിത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. മനഃപൂർവ്വം നമ്മുടെ ദേശീയ ഗീതത്തെ അപമാനിക്കുവാൻ ശ്രമിക്കുന്നത്. അതും ഇപ്പോൾ അവർക്ക് എൻ്റെ ചരിത്രം അറിയാം. 150 വർഷങ്ങൾക്ക് മുമ്പ് സ്വാതന്ത്ര്യ സമര പോരാളികൾക്ക് ബ്രിട്ടീഷുകാരുടെ തോക്കിനെ നേരിടുവാൻ ഊർജം നൽകിയൊരു ഗാനമാണിത്. അതിനെ അപമാനിക്കുക എന്ന് പറയുന്നത് ഭാരതീയ ജനത. ഇപ്പോൾ സനോജ് തന്നെ ഇടയ്ക്കിടയ്ക്ക് അവർ പറയുന്നൊരു സിനിമാ ഡയലോഗുണ്ട്, കണ്ടറിയണം എന്താകും നിൻ്റെ വിധി എന്നുള്ളത്. ഭാരതീയ ജനത അത് തീരുമാനിക്കും. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ ഈ ആൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി എന്നുള്ളത് ഓൾ ഇറ്റലി കോൺഗ്രസ് കമ്മിറ്റി ആകുമോ എന്നുള്ളത് ഇനി കണ്ടറിയേണ്ട കാര്യമാണ്. അതെ, എല്ലാ രീതിയിലും കോൺഗ്രസിൻ്റെ ഒരു ദേശീയ ബോധം നശിച്ചിരിക്കുന്നു എന്ന് വേണം നമുക്ക് ഈ ഒരു അവസരത്തിൽ പറയാൻ. അത് കേന്ദ്രത്തിലായാലും കേരളത്തിലായാലും ഒരുപോലെ ഇന്നിപ്പോൾ ഇപ്പോൾ കേരളത്തിലെങ്കിലും അത് മുഴുവൻ ചൊല്ലിയെങ്കിൽ നമുക്ക് അങ്ങനെയെങ്കിലും ആശ്വസിക്കാമായിരുന്നു. പക്ഷേ വി ഡി സതീശൻ്റെ നേതൃത്വത്തിലുള്ള കേരളത്തിലെ UDF ഗവൺമെൻറ്റും വന്ദേ മാതരത്തിനോട് അനാദരവ് കാണിച്ചിരിക്കുന്നു, അവഹേളനം കാണിച്ചിരിക്കുന്നു, അനാദരവ് കാണിച്ചിരിക്കുന്നു. പൂർണ്ണമായും അത് ഒഴിവാക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. കേന്ദ്രത്തിലും അത് തടസ്സപ്പെടുത്താനുള്ള ശ്രമങ്ങൾ മുതിർന്ന കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തു നിന്ന്, സോണിയാഗാന്ധി, മല്ലികാർജ്ജുൻ ഖാർഗെ ഉൾപ്പെടെയുള്ളവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായ രംഗങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത്. എന്തായാലും ഭാരതം 80ാം സ്വാതന്ത്ര്യദിനം ആഘോഷം, ആ ആഘോഷത്തിൻ്റെ ഒരു സുദിനത്തിലൂടെ കടന്നു പോവുകയാണ്. പ്രധാനമന്ത്രി ഇന്ന് ഒട്ടനവധി കാര്യങ്ങൾ ചെങ്കോട്ടയിൽ പറയുകയുണ്ടായി. അതിലേറ്റവും അദ്ദേഹം എടുത്തു പറഞ്ഞത് യുവജന ശക്തി തന്നെയാണ്. അത് കൃത്യമായി തന്നെയാണ് അദ്ദേഹം അത് ആ പ്രസംഗത്തിൽ ഉൾപ്പെടുത്തിയെന്ന് വേണം കരുതാൻ. കാര്യം ജന്തർ മന്ദറിലെ പാറ്റകളല്ല ഭാരതത്തിൻ്റെ യുവജന ശക്തി എന്നുള്ളത് അദ്ദേഹം കൃത്യമായി പറയുന്നുണ്ട്. അതിനുമപ്പുറം എത്രയോ നിറഞ്ഞു നിൽക്കുന്ന ഭാരതത്തിൻ്റെ യുവശക്തി ഇനിയും കണ്ടറിയേണ്ട മേഖലകൾ അദ്ദേഹം സപ്തധാര പദ്ധതികളെക്കുറിച്ചും അല്ലെങ്കിൽ സപ്തധാര പ്രതിജ്ഞയെക്കുറിച്ചുമൊക്കെ പറഞ്ഞു. കാരണം ഭാരതം വികസിക്കേണ്ടത് 7 പ്രധാനപ്പെട്ട മേഖലകളിലൂടെയാണ്. കൃഷിയിൽ തുടങ്ങി എയിൽ അവസാനിക്കുന്ന 7 പ്രധാനപ്പെട്ട മേഖലകൾ. ആ മേഖലകളിൽ ഇത്തരത്തിലുള്ള യുവജന ശക്തി പങ്കാളിത്തം കൂടി ഉണ്ടായാൽ ഭാരതം 2047 പരമവൈഭവത്തിലേക്ക് നടക്കുമെന്ന് തന്നെയാണ് പ്രധാനമന്ത്രി പറഞ്ഞു വച്ചത്. കൃത്യമായി ഒരു ദീർഘവീക്ഷണമുള്ള ഒരു ഭരണകർത്താവിൻ്റെ വാക്കുകൾ തന്നെയാണ് ചെങ്കോട്ടയിൽ ഇന്ന് മുഴങ്ങിക്കേട്ടത്. ഒരു പ്രധാന സേവകരെന്ന് തന്നെ പറയാം. അതിനുശേഷം വെറുതെ പറയുകയായിരുന്നില്ല, അദ്ദേഹം യുവജനങ്ങളുമായിട്ട് സംബന്ധിച്ച് സനോജയും RPയുമായിട്ടെടുത്തുള്ള ചർച്ചയിൽ നമ്മൾ ആ ദൃശ്യങ്ങൾ പങ്കുവച്ചിരുന്നു. പ്രേക്ഷകർക്ക് അതൊന്ന് കണ്ടു നോക്കാവുന്നതാണ്. കാരണം അതിനുശേഷം അദ്ദേഹം യുവജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന അവരുടെ ഒരു സന്തോഷവും ആഹ്ലാദവും കാണണം. ഒരു പയ്യൻ ഇടയ്ക്ക് ഞാൻ ഏറ്റവും ശ്രദ്ധിച്ചത് അതാണ്, ഒരു പയ്യൻ തുപ്പി വെച്ചിട്ടുണ്ട് ഇവരെല്ലാം. ഒന്ന് കുനിഞ്ഞ് അദ്ദേഹത്തിൻ്റെ കാല് തൊട്ട് വന്ദിക്കുമ്പോൾ തൊപ്പി താഴെ വീണു. സെക്യൂരിറ്റിക്കാരും ആ പയ്യനും എടുക്കാൻ പോകുമ്പോൾ രണ്ടുപേരെയും തള്ളി മാറ്റി എടുത്തൊരു കാർന്നവരെ പോലെ തലയിൽ അണിയിച്ചു കൊടുക്കുന്ന വാത്സല്യത്തോടു കൂടി, അതൊക്കെ കണ്ടിരിക്കാൻ വളരെ സുഖമുള്ള രോമാഞ്ചമുണ്ടാകുന്ന രംഗങ്ങളാണ് സത്യത്തിൽ. കാരണം അദ്ദേഹത്തോടുള്ള ഒരു ആരാധന, രാജാവിന് കിരീടം വെച്ച് കൊടുക്കുന്ന രാജാവിന്റെ നീയാണ് ഇനി കാര്യം നോക്കേണ്ടത് മോനെ,
ഒരു വലിയ മെസ്സേജ് നൽകുന്നുണ്ട്. ലോകമെമ്പാടുമുള്ള യുവജനങ്ങൾക്കുള്ള ഒരു മെസ്സേജ് കൂടിയാണ്. മാത്രമല്ല പറയാതെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം അതിനകത്ത് പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ ആത്മനിർഭരതയുടെ കാര്യത്തിൽ ഈ മറ്റ് വിദേശ ശക്തികളെ ആശ്രയിക്കാതെ ഇന്ത്യ സ്വന്തം കാലിൽ നിൽക്കേണ്ടതിൻ്റെ ആവശ്യകത, മാത്രമല്ല ഈ ആഗോളതലത്തിൽ തന്നെ എണ്ണ വിതരണവുമായി ബന്ധപ്പെട്ടിട്ട് ഈ പശ്ചിമേഷ്യൻ സംഘർഷങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഇതൊന്നും ആ ഒരു ഇതിലല്ല പറയുന്നത്. പക്ഷേ മറുഭാഗത്തുകൂടി ഇതിനെ വിലയിരുത്തുമ്പോൾ ഇത് പലർക്കുമുള്ള മറുപടിയാണ്. അമേരിക്കയ്ക്ക് പോലും ഒരു ഉൾക്കിടിലം ഉണ്ടാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം ഊർജ മേഖലയിലാണെങ്കിലും അർബൻ നക്സലുകളുടെ കാര്യത്തിലും ഒരു സിവിലിയൻ ഡിഫൻസ് എന്നൊക്കെ അദ്ദേഹം മുന്നോട്ട് വെച്ചൊരാശയം, ഒറ്റ കാര്യമേ എനിക്ക് പറയാനുള്ളൂ, പണി വരുന്നുണ്ട് അവറാച്ച. കാരണം അങ്ങനെ വെറുതെ വിട്ടിട്ട് അങ്ങേര് വെറുതെ വിട്ടാലും ഈ പറയുന്ന പോലെ നമ്മുടെ കാന്താരയിൽ പറയുന്ന പോലെ പഞ്ചുരുളി നരേന്ദ്രമോദി വെറുതെ വിട്ടാലും ഒരു വരാഹി വരാറുണ്ട്, വരാഹം വെറുതെ വിടില്ല. അത് എന്തായാലും പണി വരുന്നുണ്ട് അവറാച്ച. എന്തായാലും വളരെ രോമാഞ്ചജനകമായിട്ടുള്ളൊരു സ്വാതന്ത്ര്യദിനാഘോഷമായിരുന്നു. അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ചില അശ്ലീല പ്രകടനങ്ങൾ, കല്ലുകടികൾ, അത് പ്രേക്ഷകരുടെ മുമ്പിലൊന്ന് എത്തിക്കുവാൻ നല്ലതാണ്. ഈ പറയുന്ന 140 കോടി ജനങ്ങൾക്കും അവർ കാണുമ്പോൾ അവർക്ക് തന്നെ സ്വയം വിലയിരുത്താം ആരാണ് ദേശത്തോടൊപ്പം സഞ്ചരിക്കുന്നവർ, ആരാണ് ദേശവിരുദ്ധരായി സഞ്ചരിക്കുന്നവർ. ഇനി നിങ്ങൾ ചിന്തിക്കൂ, ആരുടെ കൂടെ കൂടണം, അല്ലെങ്കിൽ ദേശത്തിൻ്റെ ഈ പറയുന്നത് പോലെ നമ്മുടെ രാജ്യം നമുക്ക് എല്ലാം തരുന്ന, അന്നം ഉൾപ്പെടെയുള്ള എല്ലാം തരുന്ന നമ്മുടെ രാജ്യത്തിനോടൊപ്പമാണോ നമ്മൾ നിൽക്കേണ്ടത്, അതോ രാജ്യവിരുദ്ധ ശക്തികളോടൊപ്പമാണോ നമ്മൾ നിൽക്കേണ്ടത് എന്ന തീരുമാനമെടുക്കേണ്ട ഒരു ദിനം കൂടിയായി മാറുകയാണ് ഈ സ്വാതന്ത്ര്യദിനം. അതിനുള്ള ഒരു സമയം കൂടിയാണ്. ഇതൊന്ന് ഒരു ഓർമ്മപ്പെടുത്തലുമായി തൽക്കാലം നിർത്തുകയാണ്. പറഞ്ഞതുപോലെ നമ്മുടെ തത്വമയി TV, തത്വമയി ന്യൂസിൻ്റെ ഈ പ്ലാറ്റ്ഫോം 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് അടുക്കുകയാണ്. രാജ്യം, നാഷൻ ഫസ്റ്റ് എന്നുള്ളൊരു മുദ്രാവാക്യവുമായിട്ടാണ് നാളിതുവരെയും നമ്മൾ മുന്നോട്ട് പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ സ്വാതന്ത്ര്യദിനത്തിൽ പറയുന്നു, ഇനിയും അങ്ങോട്ട് ആ ഒരു ആപ്തവാക്യവുമായി, ആ ഒരു മുദ്രാവാക്യവും തന്നെയായിരിക്കും മുന്നോട്ട് പോകുന്നത്. കഴിയുന്നത്ര ആളുകൾ ഇത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളുടെ അടുത്തേക്ക് ഇത് എത്തിക്കുക. തീർച്ചയായിട്ടും. അപ്പോൾ എന്തായാലും വളരെ നന്ദി സനോജി. അപ്പോൾ നമുക്ക് പ്രേക്ഷകർക്കൊരു ഹൃദ്യമായ 80ാം സ്വാതന്ത്ര്യദിനം ആശംസകൾ നേർന്നുകൊണ്ട് അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു. പ്രേക്ഷകർക്കെല്ലാം ഹൃദ്യമായ 80ാം സ്വാതന്ത്ര്യദിന ആശംസകൾ. ജയ് ഹിന്ദ്. ജയ് ഹിന്ദ്. HIV അണുബാധ സന്തോഷപൂർണ്ണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.